കാശ്മീരി സുന്ദരിയും കാശ്മീരി സുന്ദരനും. ഇത് ഹോസിന്റെ കൾച്ചറാട്ടോ. അടിപൊളി ഹോട്ട് ചോക്ലേറ്റ്. അമ്മേ കയ്യൊക്കെ മരവിച്ചു പോയി. അയ്യോ, നീ ഇങ്ങനെ ഐസിന്റെ അകത്ത് കൊണ്ടിട്ട് കോഫി വാങ്ങി തരുന്ന ഞാൻ വിചാരിച്ചില്ല. ചേർത്തേട്ടാ ഒരു കോഫി കുടിച്ചാലോ? ഞാൻ ഇന്ന് ശരത്തേട്ടന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന്. അത് പറഞ്ഞ ഇപ്പൊ ശരിയാവില്ലല്ലോ, അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, പോവാം. ഷേഖ് സാദ് റോഡിലുള്ള ടൈം സ്ക്വയർ സെന്ററിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ കോഫി കുടിക്കാൻ വന്ന സ്ഥലം ഇതാണ്, ചിൽ ഔട്ട് ലോഞ്ച്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ എഴുതിയ പോലെ തന്നെ ഇത് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ സബ്സീറോ ടെമ്പറേച്ചറിലുള്ള ഒരു ലോഞ്ചാണ്. എൻട്രൻസ് കയറിയപ്പം തന്നെ അവർ ഞങ്ങൾക്ക് വേണ്ട ജാക്കറ്റും പിന്നെ ഗ്ലൗസും ഒക്കെ തന്നു. നമ്മള് വന്നപ്പോ ആരുമില്ലായിരുന്നേ. ഇപ്പൊ നോക്കുമ്പോ ഒരു പട തന്നെ വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിലും വെക്കേണ്ട ആവശ്യമില്ല. കാശ്മീരി സുന്ദരിയും കാശ്മീരി സുന്ദരനും. ഇത് ഇവിടുന്ന് ഭയങ്കര തണുപ്പുണ്ട്. നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഓക്കെ, ഇത് -6 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. Come on. Oh, wow. Look at this. It's freezing cold. Yeah. It's a welcome drink. ഇതുണ്ടോ, ഹോട്ട് ചോക്ലേറ്റ്. ചേർത്തേട്ടാ ഒരു cheers ഇരിക്കേ. Cheers. ഈ -6 ഡിഗ്രി സെൽഷ്യസ് ഇല്ലേ, ഈ ഹോട്ട് ചോക്ലേറ്റും കൂടി ആവുമ്പോ പൊളിയാട്ടോ. -6 ഡിഗ്രി സെൽഷ്യസ്. അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് കേട്ടോ, സൂപ്പർ. ഒരു ഫിൻലാൻഡിലൊക്കെ വന്നൊരു ഫീലാട്ടോ ഫുള്ള്. നമ്മള് ഇല്ല, പക്ഷെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താ എനിക്കെന്താ തോന്നുന്നറിയോ, ചെറുത്തട്ടാ ചെമ്മരിയാടില്ലേ, അതിന്റെ ഒരു ഇത്. ഈ ചൂടത്തെ നമ്മൾ പുറത്തിപ്പോ ക്ലൈമറ്റ് ചൂടായി വരുന്നല്ലേ, അപ്പൊ ഇവിടെ വന്നപ്പോ ഭയങ്കര ഒരു സുഖമുണ്ടല്ലേ. അല്ല, ഇവരിങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് തന്നെ, ഇത്രയും ഈ ഒരു -6 ഡിഗ്രിയിൽ ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
നമ്മുടെ കോൾഡ് സ്റ്റോറേജിലേക്കുള്ള പോലെ ആ ഇതാണോ ആ കുറച്ച് എയർ സർക്കുലേഷൻ ആൾക്കാർക്ക് നേരെ കിട്ടാൻ വേണ്ടിയിട്ട് നോർമലി ഫ്രീസറിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ശ്വാസം കിട്ടും. അതിൻ്റെ അകത്ത് എയർ സർക്കുലേഷനും ഉണ്ട്. സെയിം ടൈം ഫ്രീസ് ആക്കുന്നുണ്ട്. ഇത് ഹോസിന്റെ കൾച്ചറാട്ടോ. നല്ല തണുപ്പാ. ഈ ഒരു ലോഞ്ച് 2007 മുതൽ ദുബായിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഐസുകൾ കൊണ്ട് ഉണ്ടാക്കിയ സ്കൾപ്ചേഴ്സ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. -6 ഈ ലോഞ്ചിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ചെറുത്തേട്ടാ, ഒരു സ്നോമാനെ കണ്ടോ? ഒരു ഇഗ്ലൂ ഹൗസ് ഉണ്ട് കേട്ടോ. ഇഗ്ലൂ ഹൗസ് കേട്ടോ ഇത്. കണ്ടോ, നമ്മുടെ യുഎഇയിൽ വന്നിട്ട് ഒരു ഇതുപോലത്തെ ഒരു ഇഗ്ലൂ ഹൗസില് എന്താ പറയാ, ഇഗ്ലൂ ഹൗസ് സൂപ്പറാണ്. തെർമോക്കോളാണ്, തെർമോക്കോൾ. കയ്യൊക്കെ തണുത്ത് വരയ്ക്കുക കേട്ടോ. ആക്ച്വലി നമ്മൾ നേരത്തെ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് അത് ഇവിടെ കുറെ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, അവർക്ക് ജസ്റ്റ് ഇങ്ങനെ സെർവ് ചെയ്ത സാധനമായിരുന്നു. എക്സാക്ട്ലി ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന സംഭവം, നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സംഭവം. ഇത് ബാർബിക്യൂ സ്ക്യൂവേഴ്സും പിന്നെ ഹോട്ട് ചോക്ലേറ്റും. നമുക്ക് ഇവരാണ് കേട്ടോ കുറച്ച് മുമ്പേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തേ. അപ്പൊ ശരത്തേട്ടന് അവർക്ക് വേണ്ടിയിട്ട് പിക്ചേഴ്സ് എടുത്തു കൊടുക്കാം. നല്ല തണുപ്പ് കേട്ടോ, കൈയൊക്കെ വിറച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കൈയൊക്കെ തണുത്ത് മരവിട്ട് നമ്മള് അർമേനിയ പോയപ്പോ ഇത്ര തണുപ്പില്ലായിരുന്നല്ലേ. തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അയ്യോ എന്തൊരു തണുപ്പല്ലേ. സഹിക്കാൻ പറ്റാണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി ചിൽ ഔട്ട് ലോഞ്ച് ഒന്നും. അമ്മേ കയ്യൊക്കെ മരവിച്ചു പോയി. അയ്യോ
ഒരു 15 മിനിറ്റ് അതിനുള്ളിൽ നിൽക്കാൻ പറ്റും, അതിൽ കൂടുതൽ അതിനുള്ളിൽ നിൽക്കാൻ പറ്റില്ല. രാജ്യത്ത് പോയ തന്നെ തണുത്ത് വിറച്ച് പണ്ടാരടങ്ങിയെന്ന് അറിയില്ലേ. അയ്യോ കൈയൊക്കെ മരവിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങാൻ പോവാണ്. ഹൗ വാസ് എക്സ്പീരിയൻസ്? ഞാൻ ചെറുതേണ്ണ കോഫി വാങ്ങിത്തരാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അല്ല ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് കോഫി കുടിക്കാന്നാണ്. നീ ഇങ്ങനെ ഐസിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് കോഫി വാങ്ങി തരുന്ന ഞാൻ വിചാരിച്ചില്ല. അടിപൊളിയാ. സമ്മറിൽ നല്ല ചൂടുള്ളപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരമൊക്കെ വന്നിരുന്ന കുഴപ്പമില്ല. നമുക്ക് ഒരു കഫേയിലൊക്കെ പോയിട്ട് സമാധാനമായിട്ട് കോഫി കുടിച്ചിരിക്കാൻ പറ്റില്ല. ഇവിടെ കോഫി കുടിക്കുക, എണീച്ചോടുക, കൈയൊക്കെ മരവിക്കും. നമ്മൾ ഈ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ ഒരു 1 ടൈം എക്സ്പീരിയൻസിന് പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഇതിന് 60 dirhams കുബോൺ വൗച്ചർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ നോർമലി വരികയാണെങ്കിൽ 89 dirhams ആണ്. നമ്മൾ ഇതുവരെയായിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സംഭവമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ അധികം നേരം നിൽക്കാൻ പറ്റൂല, അതൊരു വേറെ സത്യാവസ്ഥയാണ്. നമുക്കൊരു മാക്സിമം ഒരു 15-20 മിനിറ്റ്, അതിൽ കൂടുതൽ നമുക്ക് നിൽക്കാനേ പറ്റുള്ള. ഭയങ്കര തണുപ്പാണ്. നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം അതിന് പറ്റിയ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി തണുപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി ടോളറബിൾ ആയിരിക്കും. ഐസ് ലോഞ്ചിലെ ഹോട്ട് ചോക്ലേറ്റും കുടിച്ച് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.